ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ശ്രീകാന്തും വർഷയും വീട്ടിൽ വന്നിരിക്കും, നമ്മളെല്ലാവരും കണ്ടു കാണും അല്ലേ. അപ്പൊ അതിന് പിന്നാലെ നമ്മുടെ സച്ചി ആ ഡോറിലിട്ട് മുട്ടിക്കൊണ്ടേയിരിക്കും. അവിടെ സച്ചിയെ നമ്മൾ ചന്ദ്ര മുറിയിലിട്ട് പൂട്ടിയായിരുന്നല്ലോ. അപ്പൊ സച്ചി ഇങ്ങനെ വാഷ്റൂമിൽ നിന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെ മുറി ആരോ ലോക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ സച്ചി മുട്ടലോട് മുട്ടലാട്ടോ. അപ്പൊ അടിയിലാണെങ്കിൽ ഇവരെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സംസാരിച്ചുകൊണ്ടിരിക്കുക വെച്ചാൽ ആദ്യം നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ അച്ഛൻ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വർഷയും പറയുന്നുണ്ട്, വർഷയുടെ അമ്മയും പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ വന്നില്ല, അച്ഛന് ലീവ് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛൻ, നമ്മുടെ രവീന്ദ്രൻ അവരിങ്ങനെ വീട്ടിലെ ഉള്ളിലേക്ക് നിങ്ങൾ കയറി വന്നോ എന്നും പറഞ്ഞ് കയറ്റുന്നുണ്ട്. ശേഷം നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ അച്ഛന്റെ കാലിൽ വീണ് മാപ്പൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ വർഷയും ശ്രീകാന്തും അച്ഛന്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് അവരിങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുമായിരുന്നു. നമ്മുടെ വർഷയുടെ അമ്മയും നമ്മുടെ രവീന്ദ്രനുമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വർഷ തന്നെ പറയുന്നുണ്ട്, അച്ഛന് കുറച്ച് എന്താ പറയാ ക്ഷമിക്കാൻ കുറച്ച് വൈകും, എന്നോട് തന്നെ കല്യാണത്തിന് ശേഷം മിണ്ടിയിട്ടില്ല അങ്കിള്, അങ്ങനെ എടുത്താൽ മതി, അച്ഛന്റെ കാര്യം ഇപ്പൊ ഒന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ നമ്മുടെ വർഷ പറയുന്നുണ്ട്. വർഷയ്ക്ക് ഇങ്ങനെ മൊത്തം കുട്ടിക്കളിയായിട്ടോ കേട്ടോ സംസാരിക്കുന്നത്. ആ വർത്താനത്തിൽ പോലും ഒട്ടും സീരിയസ്നെസ്, ഒട്ടും മെച്യൂരിറ്റി ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഈ വർത്താനത്തിൽ ഈ ഒരു കുട്ടികളിയൊക്കെ കണ്ട് നമ്മുടെ ചന്ദ്രയും നമ്മുടെ ശ്രുതിയൊക്കെ പെണ്ണെന്താ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ സച്ചിയുടെ ഈ കൊട്ടല് കാണുന്നത്. അപ്പൊ കൊട്ടല് വെക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രനും എല്ലാരും പറയും, ആരാ ഈ മുറിയിൽ കൊട്ടുന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അടുത്ത വീട്ടിലാണ്, ആരോ ഡോറിൽ മുട്ടുന്ന ഒച്ചയാണെന്ന് പറയും. പിന്നീടാണ് നമ്മുടെ രേവതി ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ സച്ചിയെ മുറിയിലിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. അപ്പൊ രേവതി ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വിടുന്നുണ്ട് നമ്മുടെ സച്ചിയെ. അപ്പൊ സച്ചിയോട് ഇങ്ങനെ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അടിയിലോട്ട് ഇപ്പൊ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, അവര് വന്നിട്ടുണ്ട്, ശ്രീകാന്തും വർഷയും വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ശേഷം നമ്മുടെ സച്ചി അടിയിലേക്ക് വരുന്നതും ഇവരെ കാണുന്നതും അങ്ങോട്ട് കലി ഇളകാൻ തുടങ്ങി. നിങ്ങളുടെ കാല് കുത്തരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് എന്ത് വിലയാണുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങളുടെ അച്ഛൻ ചെയ്തൊന്നും ഞങ്ങൾ ഇവിടെ മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യാട്ടോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയുടെ വായടപ്പിക്കുന്നുണ്ട്, നീ മിണ്ടാതിരിക്കെ, കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് കഴിഞ്ഞു, ഇനി നീ ഇടപെടല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചി ആണെങ്കിൽ കുറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഇവളുടെ അഹങ്കാരം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ എന്താ പറയാ രവീന്ദ്രൻ നമ്മുടെ സച്ചിയെ അടക്കി നിർത്തുന്നുണ്ട്. ശേഷം നമ്മുടെ വർഷയുടെ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണം, നിങ്ങളുടെ മരുമകൾ ഇവിടെ മകളെ പോലെ തന്നെ ആയിരിക്കും, നിങ്ങൾ എന്താ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷയുടെ അമ്മ പറയില്ല, പിന്നീട് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോകും കേട്ടോ. വർഷയുടെ അമ്മ അങ്ങോട്ട് പോകും. പിന്നീട് നമ്മുടെ സച്ചി നമ്മുടെ എന്താ പറയാ വർഷനെ ഇട്ട് ഇങ്ങനെ പിരിയേറ്റാൻ തുടങ്ങും കേട്ടോ. പിരിയേറ്റെന്നല്ല, ദേഷ്യത്തിൽ ഇങ്ങനെ പറയും കേട്ടോ, ഇവളുടെ അഹങ്കാരം എന്തൊരു അഹങ്കാരമാണെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിന്നെയും തുടങ്ങും കേട്ടോ നമ്മുടെ സച്ചി. അപ്പൊ തന്നെ നമ്മുടെ വർഷ ആ ഒരു ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ കാതിൽ വെച്ച് ഇങ്ങനെ പാട്ട് കേട്ട്, എനിക്ക് അലർജി ആയിട്ടുള്ള സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഇതാ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞ ആ ഒരു പാട്ട് കേട്ട് ഡാൻസ് ഒക്കെ കളിച്ച് സച്ചിയുടെ മുന്നിൽ കൂടി പോകുന്ന ഒരു രംഗം കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചന്ദ്രയോട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, കണ്ടോ അമ്മ, അവൾക്ക് ആരെയും പേടിയില്ല എന്ന് തോന്നുന്നു, ഇത് കുറച്ച് ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രയോട് പറയുന്ന ഒരു രംഗമാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് ഇവരെ ആ ഒരു ആരതിയൊക്കെ ഒഴിയാൻ, ആ ഒരു വിളക്കൊക്കെ കത്തിച്ച് കയറ്റാൻ, ആ ഒരു എന്താ ഉഴിഞ്ഞൊക്കെ ഇടുമല്ലോ, ആ ഒരു ചടങ്ങൊക്കെ നടത്താൻ വേണ്ടി നമ്മുടെ ചന്ദ്ര വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ വീട്ടുകാരും കൂടിയിട്ട് നമ്മുടെ ചന്ദ്ര നമ്മുടെ വർഷയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ ഈ വിളക്ക് കത്തിക്കുന്നു പറയുമ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, വിളക്കോ, അതിന് കരണ്ട് ഉണ്ടല്ലോ ആന്റി, വിളക്ക് പിന്നെ എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രംഗോട്ട്. അപ്പൊ നിലവിളക്ക് എന്ന് പറയുമ്പോഴും വർഷ ഇങ്ങനെ തീപ്പെട്ടി ഇങ്ങനെ ഉരച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഒന്നും ഒരു സാധനവും അറിയില്ല എന്ന് അതിൽ ആ ഒരു തീപ്പെട്ടി ഉരക്കലിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ തീപ്പെട്ടി ഇങ്ങനെ ഉരച്ചരച്ചിട്ട് അറിയാത്തത് കൊണ്ട് ഇങ്ങനെ വെറുതെ ഇട്ട് ഉരച്ചിട്ട് ഇങ്ങനെ നിലത്തോട്ട് ഇടുക ഓരോ കൊള്ളിയും. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയും നമ്മുടെ ശ്രുതിയും എല്ലാം ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് എപ്പിസോഡിന്റെ അവസാനം കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലെ. നമ്മുടെ ചന്ദ്ര ഉണ്ടാക്കി വരക്കാൻ പോകുന്നതേ ഉള്ളൂ അല്ലെ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.